തീവ്രമായ ഭക്ഷ്യ വിഷബാധയായി മാറിയേക്കാവുന്ന വിപത്തുകളും നമ്മുടെ നാടുകളിലെ തിരുവോരങ്ങളിൽ വൈകുന്നേരങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന ഒന്നാണ് പാനിപൂരി. എന്നാൽ ഈ സ്വാദിഷ്ടമായ വിഭവം അശ്രദ്ധമായി കൈകാര്യം ചെയ്താൽ ജീവന് തന്നെ ഭീഷണിയാകുമെന്ന് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജാർഖണ്ഡിലെ ഗിരിദിഹ് ജില്ലയിലുള്ള ലേഡ ബജാദോ ഗ്രാമത്തിൽ പാനിപൂരി കഴിച്ചതിനെ തുടർന്ന് ഒരു 7 വയസ്സുകാരൻ ദാരുണമായി മരണപ്പെടുകയും 18ഓളം പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാവുകയും ചെയ്ത സംഭവം കേവലം ഒരു വാർത്തയല്ല, മറിച്ച് നമുക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണ്. വേനൽക്കാലം കടുക്കുന്നതോടെ ഭക്ഷണ പദാർത്ഥങ്ങൾ വേഗത്തിൽ കേടാകാനും മാരകമായ ബാക്ടീരിയകൾ പെരുകാനുമുള്ള സാധ്യത ഇരട്ടിയാകുന്നു. രോഗാണുക്കളുടെ കേന്ദ്രമാകുന്ന പാനിപൂരിയിലെ വെള്ളം, പാനിപൂരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ പുളിവെള്ളവും പുതിന വെള്ളവുമാണ് പലപ്പോഴും വലിയ വില്ലനായി മാറുന്നത്. ശുദ്ധീകരിക്കാത്തതോ മലിനമായതോ ആയ വെള്ളം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഇത്തരം പാനീയങ്ങൾ ഇക്കോളി, സാൽമോണല്ല തുടങ്ങിയ മാരകമായ ബാക്ടീരിയകൾ അതിവേഗം വളരുന്നു. അന്തരീക്ഷ താപനില ഉയർന്നു നിൽക്കുന്ന വേനൽക്കാലത്ത് ഈ സൂക്ഷ്മജീവികളുടെ വംശവർദ്ധനവ് വളരെ പെട്ടെന്നായിരിക്കും. ഇത് കുടിക്കുന്നതിലൂടെ കടുത്ത ഛർദി, വയറിളക്കം, നിർജ്ജലീകരണം എന്നിവ ഉണ്ടാകുകയും ശരീരവയവങ്ങളുടെ പ്രവർത്തനത്തെ പോലും പെട്ടെന്ന് ബാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നു. പഴകിയ ചേരുവകളും അടിയന്തര ആരോഗ്യ പ്രശ്നങ്ങളും. പൂരിക്കുള്ളിൽ നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉരുളക്കിഴങ്ങ്, കടല മസാലകൾ എന്നിവ അപ്പപ്പോൾ തയ്യാറാക്കുന്നതല്ലെങ്കിൽ അത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും. മണിക്കൂറുകളോളം അന്തരീക്ഷ താപനിലയിൽ തുറന്നു വയ്ക്കുന്ന ഉരുളക്കിഴങ്ങ് മിശ്രിതം ബാക്ടീരിയകളുടെ പ്രജനന കേന്ദ്രമായി മാറാറുണ്ട്. ബാക്ടീരിയകൾ പുറപ്പെടുവിക്കുന്ന ഇത്തരം ടോക്സിനുകൾ ശരീരത്തിൽ എത്തിയാൽ നിമിഷങ്ങൾക്കകം തന്നെ അത് രക്തത്തിൽ കലരുകയും കടുത്ത ഭക്ഷ്യ വിഷബാധയായി മാറുകയും ചെയ്യും. കുട്ടികളിലും പ്രതിരോധശേഷി കുറഞ്ഞവരിലും ഇത് പെട്ടെന്ന് ഗുരുതരമായ ആന്തരിക സങ്കീർണതകൾ സൃഷ്ടിക്കുന്നു. റിപ്പീറ്റ്, ശുചിത്വമില്ലായ്മയും രോഗവ്യാപനവും, തെരുവോര കച്ചവടക്കാരുടെ കൈകളുടെ ശുചിത്വമില്ലായ്മ, വൃത്തിഹീനമായ പാത്രങ്ങൾ, ഈച്ചകളുടെ ശല്യം, റോഡരികിലെ പൊടിപടലങ്ങൾ എന്നിവയെല്ലാം ഈ ഭക്ഷണത്തെ കൂടുതൽ അപകടകരമാക്കുന്നു. കച്ചവടക്കാർ ഗ്ലൗസുകൾ ധരിക്കാതിരിക്കുകയും ഒരേ വെള്ളത്തിൽ തന്നെ പാത്രങ്ങൾ ആവർത്തിച്ച് കഴുകുകയും ചെയ്യുമ്പോൾ രോഗാണുക്കൾ വളരെ എളുപ്പത്തിൽ ഭക്ഷണത്തിൽ കലരും. ചട്നികളും മറ്റു ഫില്ലിങ്ങുകളും ദീർഘനേരം തുറന്നു വയ്ക്കുന്നത് വായുവിലൂടെയുള്ള അണുബാധയ്ക്കും വഴിവെക്കുന്നുണ്ട്. ഇഷ്ടവിഭവങ്ങൾ സുരക്ഷിതമായി എങ്ങനെ കഴിക്കാമെന്ന് നോക്കാം. നമ്മുടെ പ്രിയപ്പെട്ട തെരുഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നല്ല ഇതിനർത്ഥം, മറിച്ച് ഉയർന്ന രീതിയിലുള്ള ജാഗ്രത പുലർത്തണമെന്നാണ്. പാനിപൂരി കഴിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും തിരക്കുള്ളതും വൃത്തിയുള്ളതുമായ കടകൾ തിരഞ്ഞെടുക്കുക. ചേരുവകൾ മൂടി വെച്ചിട്ടുണ്ടോ എന്നും കച്ചവടക്കാരൻ ശുചിത്വം പാലിക്കുന്നുണ്ടോ എന്നും ഉറപ്പുവരുത്തുക. വിശ്വസനീയമായ സ്രോതസ്സുകളിൽ നിന്നുള്ള വെള്ളം മാത്രം ഉപയോഗിക്കുന്ന കടകളിൽ നിന്ന് മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക വഴി ഈ വേനൽക്കാലത്ത് നമുക്ക് ആരോഗ്യത്തോടെയും സുരക്ഷിതമായും മുന്നോട്ടു പോകാം.